ഹായ്, നമസ്കാരം. ബില്യണർ മൈൻഡ് സെറ്റ് മെഡിറ്റേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമുക്ക് നട്ടിൽ നിവർത്തി ചെയറിലോ നിലത്തിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തുണി എന്തെങ്കിലും വിരിച്ച് അതിന് മുകളിൽ ഇരിക്കാം. ഇരിക്കുമ്പോൾ എന്തായാലും നട്ടിൽ നിവർത്തി ഇരിക്കാം. ഇരു കൈകളും തുടക്ക മുകളിലായി തുറന്നു വെക്കാം. മുദ്രകൾ അറിയാവുന്നവർക്ക് മുദ്രയിൽ തന്നെ പിടിക്കാം. പതിയെ കണ്ണുകൾ അടക്കാം. ദീർഘമായൊരു ശ്വാസം നമുക്കുള്ളിലേക്ക് എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇനി ശ്വാസം പതിയെ 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 റിലീസ് ചെയ്യാം. വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഹോൾഡ് ചെയ്യാം. പതിയെ 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 റിലീസ് ചെയ്യാം. ശ്വാസം എടുക്കുന്നതിന്റെ ഇരട്ടി സമയം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ശ്വാസം നമുക്ക് റിലീസ് ചെയ്യാം. വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഹോൾഡ് ചെയ്യാം. പതിയെ പതിയെ ശ്വാസത്തെ റിലീസ് ചെയ്യാം. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റിലുമുള്ള സ്വർണ്ണ നിറത്തിലുള്ള പോസിറ്റീവ് എനർജി നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. വീണ്ടും ബ്രീത്ത് എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ശ്വാസത്തെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇനി പതിയെ ആ ശ്വാസത്തെ പുറത്തേക്ക് പുറന്തള്ളാം. വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. പതിയെ ശ്വാസം പുറത്തേക്ക് പുറന്തള്ളാം. വീണ്ടും ആ പോസിറ്റീവ് നിറത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഹോൾഡ് ചെയ്യാം. പതിയെ പതിയെ ശ്വാസം പുറത്തേക്ക് പുറന്തള്ളാം. ഇനി മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വായിലൂടെ ശ്വാസത്തെ പുറന്തള്ളുകയും ചെയ്യാം. ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവ് നിറത്തിലുള്ള ഗോൾഡ് നിറത്തിലുള്ള ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറന്തള്ളുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ടോക്സിൻസും എല്ലാ നെഗറ്റീവ് എനർജിയും എല്ലാം നമുക്ക് പുറന്തള്ളാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ശ്വാസം വായിലൂടെ നമുക്ക് പുറന്തള്ളുന്ന സമയത്ത് എല്ലാ നെഗറ്റീവ് എനർജിയും പുറന്തള്ളുന്നതായിട്ട് ഫീൽ ചെയ്യാം. വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കാം. മൂക്കിലൂടെ ദീർഘമായ ശ്വാസം എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഹോൾഡ് ഇറ്റ്. ദെൻ ശ്വാസത്തെ മെല്ലെ വായിലൂടെ നമുക്ക് വിടാം. ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസും എല്ലാ നെഗറ്റീവ് എനർജി നമ്മൾ പുറന്തള്ളിക്കഴിഞ്ഞു. നമ്മുടെ ശരീരവും മനസ്സെല്ലാം ഫുൾ പോസിറ്റീവാൽ നിറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ശ്വാസം റിലീസ് ചെയ്യാം മൂക്കിലൂടെ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ശ്വാസവും പുറന്തള്ളുന്ന ശ്വാസവും പോസിറ്റീവ് നിറത്തിലുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫീൽ ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഹോൾഡ് ഇറ്റ്. ദെൻ ശ്വാസം നമുക്ക് മെല്ലെ റിലീസ് ചെയ്യാം. വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കാം. ഡീപ് ബ്രീത്ത്. പതിയെ പതിയെ റിലീസ് ചെയ്യാം. Take a deep breath. ശ്വാസം പുറന്തള്ളാം. ഇനി നമ്മുടെ സാധാരണ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. സാധാരണ നമ്മൾ എങ്ങനെയാണോ ശ്വാസം എടുക്കുന്നത് ആ ഒരു ഫ്ലോയിലേക്ക് തന്നെ വരാം. നമ്മുടെ ശ്രദ്ധ ബ്രീത്ത് എടുക്കുന്നതിലേക്കും
ബ്രീത്ത് ഔട്ട് ഇന്നിലേക്ക് മാത്രം ശ്രദ്ധയെ കൊണ്ടുപോവാം. നമുക്കിനി നന്ദി പറയാം. ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഒരു പ്രപഞ്ചത്തില് നമ്മുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും മകനായി അല്ലെങ്കിൽ മകളായി ഒരു മനുഷ്യജന്മമായി ജന്മം തന്നതിന് സർവശക്തനോട് നമുക്ക് നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ ഒരു ഭൂമിയില് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, നമ്മുടെ നാട്ടില് നമ്മുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ ഇത്രയും കാലം നമ്മൾ വളർന്ന് വലുതായി നമുക്ക് ഒരുപാട് അറിവുകൾ അവർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിനെല്ലാം ഈ ഒരു നിമിഷം നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് ഒരുപാട് ആളുകൾ അറിവ് പകർന്നു തന്നിട്ടുണ്ട്. സ്കൂളുകൾ, ടീച്ചേഴ്സ് അറിവ് പകർന്നു തന്നിട്ടുണ്ട്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മളെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അവർക്കും ഈ ഒരു നിമിഷത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മൾ വിജയിക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷണം, ഒരുപാട് കാര്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഹെൽപ്പുകൾ പലരും ചെയ്തു തന്നിട്ടുണ്ട്. അവർക്കൊക്കെ നമുക്ക് നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ എനിക്ക് ഈ നിമിഷത്തിൽ നന്ദി പറയാൻ തോന്നുന്ന എല്ലാ കാര്യങ്ങളോടും നിങ്ങൾക്ക് നന്ദി പറയാം. മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നന്ദി പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ടൂളാണ്. ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നന്ദിയുള്ള മനുഷ്യന്മാരെയാണ്. നമുക്ക് നന്ദിയെ കൊണ്ടുവരാൻ നമ്മുടെ ജീവിതത്തിലേക്ക്. നമുക്കറിയാം, ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ അകന്നു പോകാൻ കാരണം നമ്മുടെ ഉള്ളിലുള്ള പക, അസൂയ, ദേഷ്യം, ഇതൊക്കെ കാരണമാണ്. നമുക്കറിയാം ഫോർഗീവ്നെസ്. നമുക്കതുകൊണ്ട് മാപ്പ് കൊടുക്കാം. നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, നമ്മളെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്കെല്ലാം നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഈ നിമിഷത്തിൽ പുറത്തു കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ മുഖങ്ങൾ വന്നിട്ടുണ്ടാവാം പലരുടെയും. ആ മുഖത്ത് നോക്കി ഒരു ചെറിയ പുഞ്ചിരി നൽകിക്കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കാം. നമ്മളിപ്പോൾ മനസ്സെല്ലാം ശാന്തമാണ്, നമ്മൾ വളരെ പോസിറ്റീവാണ്, വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും നമ്മൾ പുറത്തു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, അവരുടെ മുഖം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ആ മുഖത്ത് നോക്കി നമുക്ക് അവരോട് സോറി പറയാം. ഐ ആം സോറി, ഐ ആം സോറി, ഐ ആം സോറി. ഇനി ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് നമുക്കവിടുന്ന് മടങ്ങി വരാം. ഇനി നമുക്ക് അഫർമേഷൻസ് പറയാം. ഞാൻ നമ്പർ 1 ബിസിനസ്മാൻ ആണ്. ഞാൻ നമ്പർ 1 ട്രെയിനറാണ്. ഐ എം എ ബില്യണർ. ഐ ലവ് ഹെൽത്ത്. ഐ ലവ് വെൽത്ത്. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും സൽക്രമങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അനുകൂലമായ വ്യക്തികളും സാഹചര്യവും എൻ്റെ ജീവിതത്തിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. മാസം തോറും 10 ലക്ഷം രൂപക്ക് മുകളിൽ ഞാൻ സമ്പാദിക്കുന്നത് കൊണ്ട് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്.
വളരെ സന്തോഷവാനാണ്. ധാരാളം പണം എന്നിലേക്ക് വരുന്നു. വളരെ എളുപ്പത്തിൽ പല സ്രോതസ്സുകളിലൂടെ തുടർച്ചയായി നല്ല കാര്യങ്ങൾക്കായി എനിക്ക് സൂക്ഷിക്കാനും ചിലവഴിക്കാനും സാധിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം കാറ് നമുക്ക് ഈ ഒരു നിമിഷം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. നമ്മൾ വളരെ ഹാപ്പിയാണ്. നമ്മൾ ആ കാർ ലോഞ്ച് ചെയ്യുന്ന സെറിമണി എല്ലാം നമുക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ഇൻകം, മന്ത്ലി ഇൻകം നമ്മൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മളെ വേണ്ടപ്പെട്ടവർക്കെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുള്ള ഗോളുള്ള സാധനങ്ങൾ അച്ചീവ് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ ഒരു നിമിഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യാം. ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. നമുക്കറിയാം, ഈ ഒരു പ്രപഞ്ചത്തില് എല്ലാ കാര്യവും 2 തവണയാണ് സംഭവിക്കുന്നത്. ഒന്ന് ഒരാളുടെ മൈൻഡിലും പിന്നീട് ഈ റിയാലിറ്റിയിലും. നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിൽ ആദ്യം അത് കൊണ്ടുവരാം. നമ്മൾ സെറ്റാക്കിയിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നതായിട്ട് നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ മാഗ്നറ്റാണ്, നല്ല പവറുള്ള നല്ലൊരു മാഗ്നറ്റാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് ഫീൽ ചെയ്യാം. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമ്മൾ ആ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഒരു നിമിഷം നമുക്ക് നല്ല മനസ്സറിഞ്ഞുകൊണ്ട് നിറപുഞ്ചിരിയോടുകൂടി നമുക്ക് ഫീൽ ചെയ്യാം. ഇനി നമ്മുടെ കണ്ണുകൾ മെല്ലെ ചിമ്മി 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 തുറക്കാം. താങ്ക് യു.